ഗന്ധർവൻ എന്താ ഈ സമയത്ത് എന്നെ കാണാൻ വന്നത്? നീ മത്സരത്തിൽ ജയിച്ചതിന് എന്തെങ്കിലും ഒരു സമ്മാനം തരണ്ടേ? അത് വാങ്ങിക്കൊണ്ട് വന്നത്. എന്താ ഇത്? തുറന്നു നോക്ക്. ഇത് നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞുകൊണ്ട് വാങ്ങിയതാ. ഇതിനു മുമ്പ് പലതവണ ഗന്ധർവനായിട്ട് നിനക്ക് പല സമ്മാനങ്ങളും ഞാൻ തന്നിട്ടുണ്ട്. ഇതിപ്പോ പ്രിയനായിട്ട് ഇത് വാങ്ങിത്തരിക. ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. എന്നെ ജയിപ്പിച്ചത് പ്രിയൻ ചേട്ടനാ. എനിക്കും പ്രിയൻ ചേട്ടന് എന്തെങ്കിലും സമ്മാനം തരണമെന്നൊക്കെ ഉണ്ട്. എന്നാ വേഗം തന്നോ. എന്ത് തരാൻ? തന്നോ? അല്ല, എന്തോ തരണമെന്ന് പറഞ്ഞില്ലേ? വേഗം തന്നോളൂ. എന്തിനാ അടിച്ചത്? പിന്നെ ലേഡീസ് ഹോസ്റ്റലിന് മുൻപിൽ വന്നെന്ന് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിച്ച നല്ല തല്ല് കിട്ടും. അപ്പൊ ഹോസ്റ്റലിന്റെ മുന്നിലായതുകൊണ്ടാണ് പ്രശ്നം. ഇല്ലെങ്കിൽ തന്നേനല്ലേ? എവിടെയാണെങ്കിലും ഈ തന്നത് തന്നെ കിട്ടും. കല്യാണം കഴിയുന്നവരെ വേറൊന്നും കിട്ടാൻ പോകുന്നില്ല. ശരി മാഡം. രണ്ടുപേരും നല്ല പഞ്ചാരയുടെ ആണല്ലോ. എന്തായാലും കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട്. വെറുതെ നോക്കി നിൽക്കാതെ അവളോട് അകത്തേക്ക് വരാൻ പറയാം. മുക്തയോ അവളുടെ ശിങ്കടികളോ കണ്ട പാര വെക്കും. ശരിയാ, വാ. എന്താ രണ്ടുപേരും ഹോസ്റ്റൽ മുമ്പിൽ ചെയ്യുന്ന? ചുമ്മാ സംസാരിച്ച് നിൽക്കായിരുന്നു. സംസാരമൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മാഡം എങ്ങാനും കണ്ടാലേ അതോടെ എല്ലാത്തിനും തീരുമാനമാവും. ഞങ്ങൾ ഇവിടെ അങ്ങ് കൊണ്ടുപോവാ. പാറുക്കുട്ടി, ഇന്നത്തേക്ക് ഇത്രയും പ്രേമിച്ചാ മതി. വാ, റൂമിലേക്ക് പോവാം. ഇത്ര പെട്ടെന്ന് പോണോ? ഞാനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ഇനി സംസാരിക്കാനുള്ളതെല്ലാം നാളെ കമ്പനി വെച്ച് സംസാരിച്ചാ മതി. പാറു, നീ വന്നേ. ഒരു 2 മിനിറ്റ് കൂടി. ഞാനിപ്പോ വരാം. അതൊന്നും പറ്റില്ല, വന്നേ. വെറുതെ അവളെ കളിയാക്കല്ലേ. പാവത്തിന് വെറുതെ വിട്. ആദ്യം പ്രിയനോട് വിടാൻ പറ. 2 മിനിറ്റ്, അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കൊണ്ടുപോകും. വാടി. രണ്ട് മിനിറ്റ് സമയമുള്ളൂ. എന്താ പറയാനുള്ളത്? നിന്നോട് ഒരുപാട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വരണ്ടായിരുന്നു. നിന്റെ കൂട്ടുകാരികള് ഇത് ജയിലാണെന്ന പോലെയാണല്ലോ പെരുമാറുന്നത്. അതൊക്കെ പ്രിയൻ ചേട്ടനെ വെറുതെ കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാ. നീ ഇത്രയും നാള് എന്റെ കൂടെ എന്റെ റൂമിൽ താമസിച്ചെന്നല്ലേ? ഇപ്പൊ ആ മുറിയില് നീ ഇല്ലാതെ കയറാൻ പോലും തോന്നുന്നില്ല. മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആണോ? അതിന് നമ്മൾ ഉടനെ കല്യാണം കഴിച്ചാ മതി ഗന്ധർവൻ സാറേ. പിന്നെ എപ്പോഴും എനിക്കെന്റെ പ്രിയൻചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവാലോ. എത്രയും പെട്ടെന്ന് അമ്മയോട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് നമ്മുടെ കല്യാണം ഞാൻ നടത്തും. അമ്മയെ മാത്രല്ല, കൈലാഷ് സാറിനെയും എല്ലാം പറഞ്ഞു ധരിപ്പിക്കണം. 1 മാസത്തിനുള്ളിൽ ചേച്ചിയുടെ കല്യാണം നടക്കും. അത് കഴിഞ്ഞാ നമ്മുടെ കല്യാണം നടത്തണ്ടേ? അപ്പോഴേക്കും കൈലാഷ് സാറിന്റെ എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റണം. അദ്ദേഹം എനിക്ക് ഇതുവരെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിഷമിപ്പിക്കാതെ സത്യം അറിയിക്കണം. നമ്മുടെ കല്യാണത്തിന് അനുഗ്രഹിക്കാനായി അദ്ദേഹവും കൂടെ ഉണ്ടാവണം. എനിക്കും അദ്ദേഹത്തെ കാണുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും കൈലാഷ് സാറിനെ എല്ലാം അറിയിക്കും. ഹലോ, 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. പ്രിയൻ ചേട്ടാ, ഞാൻ പോട്ടെ. ഇത്രയും പെട്ടെന്ന് 2 മിനിറ്റ് കഴിഞ്ഞോ? അതെ, ഇനിയും നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മുക്തയോ അവളുടെ ശിങ്കിടികളോ കണ്ട പാര വെച്ച് പ്രശ്നം ഉണ്ടാക്കും. വിട പ്രിയൻ ചേട്ടാ.
ഇളവയിൽ ചിറകുമായി തളികയിൽ ചിരിയുമായി പുലരി വന്നു നിന്നതെന്തിനോ ഏറെ നാളായി ദൂരെ ദൂരെ മാറി നിന്ന കാറ്റോ ചാരെ ചാരെ കുളിരെഴും കവിതകൾ നെയ്തുവോ നെയ്തുവോ ഇതളിടും മലരിലും കിളികൾ തൻ മൊഴിയിലും മധുരമർമരങ്ങളിൽ